ഇത് വ്യവസായ അടിസ്ഥാനത്തിൽ തുടങ്ങിയിട്ട് ഒരു 4 വർഷമായി. നമുക്കൊരു 200ഓളം മൂട് കരിവേപ്പ് ഒരു 20 സെൻറ്റിനകത്താണ്. ഒരു 200 മൂട് കരിവേപ്പുണ്ട്. നടിയിൽ നടീൽ രീതി എന്ന് പറയുന്നത് ഒരു 1.5 അടി വ്യാസമുള്ള തടമെടുക്കുക. അതിനകത്ത് കക്കാപ്പൊടി ഇടണം. ഇട്ട് ഒരാഴ്ച ഇട്ടിരുന്നിട്ട് അതിൻ്റെ ആ ഒരാഴ്ച എന്ന് വെച്ചാൽ അതിൻ്റെ മണ്ണിൻ്റെ പുളിപ്പ് പോകാനായിട്ടാണ് അങ്ങനെ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കോഴിവളം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ തടം നിറച്ച് അറഞ്ഞു കൂട്ടി അതിനകത്താണ് ഈ തൈ വെക്കുന്നത്. അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഇതിനകത്ത് വലിയ വളത്തിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മൾ ആദ്യം തന്നെ ഇതിന് സായിയായിട്ടുള്ളൊരു വളം കൊടുത്താണ് ഇടുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് പിന്നെ അടുത്ത വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പിഷമിനോ ആസിഡ് അതായത് ഒരു 10 ദിവസം കൂടുമ്പം ചെയ്ത് കൊടുക്കും. കാരണം അത് നമ്മൾ ചെയ്ത് വെച്ചതുണ്ടായതുകൊണ്ട് അത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ്. മറ്റേ കീടത്തിൻ്റെ ശല്യങ്ങൾ ഇതിനകത്ത് മറ്റൊന്നും ഉണ്ടാവത്തില്ല. അതാണ് അതിന് പ്രത്യേകമായിട്ട് കിട്ടുന്നത് അതാണ്. ഞാൻ ഇത് കറിവേപ്പ് ആദ്യം നടുമ്പോൾ 500 മൂട് കറിവേപ്പ് തൈ പിടിച്ച് എടുത്ത് കവറിൽ നിറച്ച് വെച്ചതിനകത്ത് എനിക്കിപ്പം നിലവിലുള്ള 200 മൂടാണ്. അപ്പോൾ ഈ 500 മൂട് എടുത്തതിൽ 300 മൂട് നമുക്ക് കിളിച്ചില്ല. അപ്പം നമ്മൾ ഒന്ന് പോയാൽ അടുത്ത് വെക്കണം. അല്ലാതെ നമ്മൾ ഒരെണ്ണം മാത്രം കൊണ്ടുവച്ചവരായിരിക്കും ഇത് കിളിക്കാതിരിക്കുന്നത്. അപ്പോൾ എല്ലാം കിളിക്കണമെന്നൊന്നും ഇല്ല. നമ്മൾ വേറെ നിന്ന് പൊട്ടി വന്നതാണ് എടുത്ത് വെക്കുന്നത്. അത് തിരിച്ച് കവറിനകത്ത് ആക്കി ഭാവിയാണ് ഇത് നടുന്നത്. അപ്പം എല്ലാം കിളിക്കണമെന്നില്ല. അങ്ങനെ സംഭവിക്കാം. വെള്ളം നനവ് വേണം. ആഴ്ച ഒരിക്കൽ അല്ലെങ്കിൽ ഇതിന് വെള്ളം നനവ് വേണം. ഞാനിപ്പോൾ മൊത്തം ട്രിപ്പ് ഇറിഗേഷനാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഇത് മൊത്തത്തിൽ ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആഴ്ച ഒരു ദിവസം നമ്മളെ ഇവിടെ പറമ്പിൽ കുളമുണ്ട്. അതിൽ നിന്ന് വെള്ളം അടിച്ച് ഒരാഴ്ച ഒരിക്കൽ നനയ്ക്കും. വളം ഈ ആദ്യം ഇട്ട് നടുന്ന വളമെല്ലാം പിന്നെ നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കോഴിവളം വല്ല രാസവളത്തിൻ്റെ ആവശ്യം ഇതിനില്ല. രാസവളം ഇതിന് വേണ്ട. 6 മാസം കൂടുമ്പോൾ ഒരിക്കൽ ചാണകപ്പൊടിയോ കോഴിവളം ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി പിണ്ണാക്ക് കൊടുക്കാമെങ്കിൽ ഇതിന് നല്ല ആരോഗ്യത്തോടു കൂടി നമുക്ക്, കാരണം ഇലയാണല്ലോ നമുക്ക് ആവശ്യം. കടലപ്പിണ്ണാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വളർച്ചയ്ക്ക് ഏറ്റവും വലുതാണ്. അപ്പോൾ ഈ ഇലകളെല്ലാം നല്ല ആരോഗ്യത്തോടു കൂടി വരും. അപ്പം നമുക്ക് ഇലയാണല്ലോ തൂക്കി കൊടുക്കാൻ വേണ്ടതേ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കടലപ്പിണ്ണാക്ക് കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ജോലിക്കാർ വേണ്ട. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജോലിക്കാർ വേണ്ട. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കട്ട് ചെയ്യുന്നത് ആരും ഒരു കാരണവശാലും ഇതിൻ്റെ കതുപ്പ് ഒടിച്ചെടുക്കാതിരിക്കുക. ഇത് വളർച്ച വരണ എല്ലാവരും ഒരു കതുപ്പ് ഒടിച്ചാണ് ഇത് മിക്ക വീടുകളിൽ ഞാൻ പലരും കണ്ടിട്ടുണ്ട്. ഒരു വീട്ടിലൊരു ചെടിയുണ്ട്, അതിൻ്റെ കതുപ്പ് ഓരോ കതുപ്പ് ഒടിച്ചായിരിക്കും എടുക്കുന്നത്. അത് നമുക്ക് വളർച്ചയ്ക്ക് അത് ശരിയല്ല. കാരണം ആ കതുപ്പ് ഒടിച്ചൊടിച്ച് വരുന്നതനുസരിച്ച് അതിൻ്റെ മണ്ട തേമ്പി പോകത്തേ ഉള്ളൂ. നമുക്ക് വീണ്ടും ഇതുപോലെ ഇത്രയും ഗ്രോത്ത് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കട്ട് ചെയ്ത് തന്നെ അതിൻ്റെ ഒരു നിശ്ചിത അളവ് വരുമ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റണം. അന്നേരം മാത്രമേ അത് വീണ്ടും ശിഖരങ്ങൾ പൊട്ടി വരത്തുള്ളൂ. നമ്മുടെ ഒരു ചെടിയെ തന്നെ ഒരു ചെടിക്കകത്ത് ഇപ്പോൾ 50, 40, 50 ഇത്രയും വരെ ഉള്ളത്. ഇതിനകത്തൊരു 40, 50 ശിഖരം വരെ ഇതിനകത്തുണ്ടാവും. മിക്ക ചെടികളിലും കാണും 40, 30, 40 വരെയുള്ള ശിഖരം കാണും. കാരണം ആദ്യം ഒരു കമ്പാണ് വെക്കുന്നത്. അതിനകത്ത് വെക്കുമ്പോൾ 2, 3 ശിഖരം വരും. അത് വീണ്ടും ഒരു അരയടി ഉയരം വരുമ്പോൾ വീണ്ടും അത് അത്രയും കട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് 2, 3 ശിഖരങ്ങൾ വരും. അങ്ങനെ വന്ന് നമ്മളൊരു അരയടി ഇത്ര ഉയരേ വരത്തുള്ളൂ. അത്രയും വരുമ്പോഴത്തേനും ആ ശിഖരങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് ഇത് ഇത്രയും വ്യാസമായിട്ട് ഇങ്ങനെ കിടക്കുന്നതിൻ്റെ കാരണം അതാണ്.